സോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വീൽസ് വിൻ ഒഫീഷ്യൽ. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഏറ്റവും പുതിയ 2025 അഡ്വഞ്ചർ 390 എക്സ് ആണുള്ളത്. എക്സ് എന്നുള്ള കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു വൈറ്റ് ആൻഡ് ഓറഞ്ച് ഉള്ള വേരിയൻ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പഴയ ഒരു വണ്ടിയായിട്ട് ഒരു കണക്ഷൻ ഇല്ലാത്ത ഫുള്ളി ന്യൂ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമിൽ തന്നെ ഇത് വന്നിട്ടുള്ളത്. അതായത് നമുക്ക് ഈ ഷാസി ഭാഗം കണ്ടാൽ മനസ്സിലാവും. അതായത് തേർഡ് ജനറേഷൻ ഡ്യൂക്ക് 390 ആ ഒരു ഷാസി തന്നെ വണ്ടി വന്നിട്ടുള്ളത്. പിന്നെ എൻജിൻ കാണിച്ചു തരാം. എൻജിൻ എന്താ LC4C, ആ തേർഡ് ജനറേഷൻ ഡ്യൂക്കിൻ്റെ ആ സെയിം എഞ്ചിനാണ് വന്നിട്ടുള്ളത്. 399cc എഞ്ചിനാണ്. അറൗണ്ട് 46 ഹോഴ്സ് പവറും 39 Nm ടോർക്ക് സംതിങ് ആണ് വരുന്നത്. അപ്പോൾ ഇത് എക്സ് വേരിയൻ്റ് ആണ്. ഇതിന് മുകളിലായിട്ട് എസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയൻ്റ് ഉണ്ട്. പിന്നെ ഒരു 6 വേരിയൻ്റ് ഉണ്ട്. അത് ഇൻ്റർനാഷണലി മാത്രമേ ഉള്ളൂ, ഇന്ത്യയിൽ എത്തിയിട്ടില്ല ഇതുവരെ. അപ്പോൾ എസ്സും ഇതും തമ്മിലെ വ്യത്യാസം എന്താ വെച്ചാൽ എസ്സിൽ ഫ്രണ്ടിൽ നമുക്ക് അലോയ് വീൽസിന് പകരം സ്പോക്ക് വീൽസ് വരും. പിന്നെ ടയറിൻ്റെ സൈസിലേറെ വ്യത്യാസമുണ്ട്. ഇത് 19 ഇഞ്ച് ആണെങ്കിൽ അതിൽ 21 ഇഞ്ച് വരും. അപ്പോൾ അതിൽ സ്പോക്ക് ഉണ്ടാവും. പിന്നെ അത് ട്യൂബ്ലെസ് ആണ്, ഇത് ട്യൂബ്ലെസ് ആണ്. പിന്നെ റെയറിലേക്ക് വരുമ്പം ടയറൊക്കെ സെയിം തന്നെയാണ്. പിന്നെ സ്പോക്ക് വീൽസ് വരും. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ നോക്കുമ്പം നമുക്ക് ഒറ്റ നോട്ടത്തിൽ രണ്ടും സെയിം ആണെങ്കിലും ഫീച്ചേഴ്സിൽ ഏറെ വ്യത്യാസമുണ്ട്. അതിൽ നമുക്ക് ക്രൂസ് കൺട്രോൾ എക്സ്ട്രാ വരുന്നുണ്ട്. അതായത് ഇവിടെ ഒരു ബട്ടൺ പ്ലസ് ആൻഡ് മൈനസ് പറഞ്ഞിട്ട് 2 ബട്ടൺസ് കാണാൻ പറ്റും. പിന്നെ ക്വിക്ക് ഷിഫ്റ്റ് ഇപ്പോൾ രണ്ടിലും കൊടുത്തിട്ടുണ്ട്. അതിലൊരു കട്ടിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ത്രോട്ടിൽ നമുക്ക് റൈഡ് ബൈ വയർ ത്രോട്ടിലാണ് വരുന്നത്. അതിലും വലിയ വ്യത്യാസമില്ല. പിന്നെ ഫ്രണ്ട് നോക്കുന്ന സമയത്ത് ഒരു പഴയ വണ്ടി വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ക ഒരു റാലി ഡക്കാർ ബൈക്ക് ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് എൻഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഫ്രണ്ട് ഫ്ലൈ മഡ് ഗാർഡ് നല്ല സ്ട്രോങ് ആണ്. ഒരു ഫ്ലിംസി അല്ല, ഒട്ടും നല്ല സ്ട്രോങ് ഉണ്ട്. ഒരു ഡിസൈൻസൊക്കെ വളരെ നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ക ഒരു ഡേർട്ട് ബൈക്കിൻ്റെ ആ ഒരു സ്റ്റൈലുള്ള ഫ്രണ്ട് ഫ്ലാപ്പാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ താഴേക്ക് വരുമ്പം ഈ ഫ്ലൈ മഡ് ഗാർഡ് ഉള്ളതുകൊണ്ട് തന്നെ താഴെ നമുക്കൊരു മഡ് ഗാർഡ് എക്സ്റ്റൻഷൻ കൊടുത്തിട്ടില്ല. കാരണം ഇവിടെ ഇത്ര വരെ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ആക്സസറി ആയിട്ട് എക്സ്റ്റൻഷൻ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. സസ്പെൻഷനെ കുറിച്ച് പറയുമ്പം WPയുടെ അപ്സൈഡ് ഡൗൺ ഫോക്സാണ് വരുന്നത്. സസ്പെൻഷൻ ഞാൻ റൈഡ് റിവ്യൂവിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. പിന്നെ കമ്പയർ ടു ഹിമാലയൻ, അതായത് ഇതിൻ്റെ സെഗ്മെൻറ്റിലുള്ള ബാക്കി വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ കുറച്ചൊരു ഹാർഡാണ്, സോഫ്റ്റ് ഉള്ള. ഇത്രയും കാലം ഉണ്ടായ പോലെ തന്നെ കുറച്ച് ഹാർഡാണ് KTMൻ്റെ സസ്പെൻഷൻസൊക്കെ. അതുകൊണ്ട് തന്നെ ഹൈവേ ടൂറിങ്ങിലും കോൺട്രിങ്ങിലൊക്കെ നല്ല കോൺഫിഡൻസ് വരുന്നുണ്ട്. പിന്നെ ടയേഴ്സ് അപ്പോളോൻ്റെ ടയേഴ്സാണ് വരുന്നത്. ഇതുവരെ യൂസ് ചെയ്ത് നമുക്ക് വലിയ കംപ്ലയിൻ്റ് ഒന്നും പറയാനില്ല. നല്ലൊരു കോൺട്രിങ് ആൻഡ് ബ്രേക്കിംഗ് എഫിഷ്യൻസി തരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് ബ്രേക്ക് നോക്കുമ്പം ബ്രേക്ക് പഴയതുപോലെ റേഡിയലല്ല, ആക്സൽ മൗണ്ടഡ് കാലിപ്പേഴ്സാണ് വരുന്നത്. ബ്രേക്കിംഗ് അങ്ങനെ വലിയൊരു കുറവൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പഴയ 390 ഓടിച്ചാണ്, എന്നാലും എനിക്ക് വലിയ കംപ്ലയിൻറ്റ് തോന്നിയിട്ടില്ല. പിന്നെ എന്താ പറയുക, പിന്നെ ഹാൻഡിൽ ബാറിലേക്ക് വരുന്ന സമയത്ത് ഇതൊരു പ്ലാസ്റ്റിക് ആയിട്ടുള്ളൊരു ഹാൻഡ് ഗാർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ സ്റ്റോക്കായിട്ട് വരുന്നത് ഫ്രം ദ ഫാക്ടറി. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്രാഷ് ഗാർഡ് കാണാൻ പറ്റും. ഇതും ആക്സസറി അല്ല, ഫ്രം ഫാക്ടറിയാണ്, സ്റ്റോക്കായിട്ട് ഇത് തന്നെ വരുന്നത്. പിന്നെ താഴേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ബാഷ് പ്ലേറ്റ് കാണാൻ പറ്റും. ഇതും സ്റ്റോക്കായിട്ട് വരുന്നതാണ്. അപ്പോൾ റെഡി ടു അഡ്വഞ്ചർ, റെഡി ടു ടേക്ക് ഓഫ് ഓൺ ഹൈവേസ് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു എസെൻഷ്യലായിട്ട് വേണ്ട എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഇതിൽ തന്നെ പ്രീ ഇൻസ്റ്റാൾഡായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ മാത്രം ബാക്കിയുള്ള ആക്സസറീസ് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ സീറ്റിലേക്ക് വരുന്ന സമയത്ത് സീറ്റ് നല്ല റാലി സീറ്റ് പോലെ നല്ല നീണ്ടിട്ടുള്ള സീറ്റാണ്. പിന്നെ കുറച്ച് ടാങ്കിലേക്ക് കയറി വെക്കുന്നുണ്ട്. പിന്നെ സീറ്റിൻ്റെ ആ ഒരു സ്റ്റൈലിംഗ് ഒക്കെ കാണാൻ പറ്റും. ഇവിടുന്ന് കുറച്ച് നേരമായി, പിന്നെ ഇവിടെ എത്തുമ്പോൾ കുറച്ചുകൂടി ഒരു വിടുത്ത് കൂടി വീണ്ടും നേരമായി പോകുന്നുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഗ്രാബ് റെയിൽസ് കൊടുത്തിട്ടുള്ളത്. പില്ലിയണായിട്ട് ഇരുന്ന് നോക്കിയില്ല. പിന്നെ സീറ്റിൻ്റെ സൈസ് വെച്ച് നോക്കുമ്പം വലിയ കംഫർട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ അത്യാവശ്യം എന്താ പറയുക, ലഗേജ് മൗണ്ട് ചെയ്യാനും ബാക്കി കാര്യങ്ങൾക്ക് മാത്രം യൂസ് ചെയ്യുക. അതായത് ഒരു സിംഗിൾ പേഴ്സൺ യൂസറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല വണ്ടിയായിട്ട് തന്നെ തോന്നുന്നത്. പിന്നെ സീറ്റിൻ്റെ കുഷനെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം കുറച്ചൊരു ഹാർഡാണ്. ഹാർഡ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ലോങ് ടൂർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഹാർഡ്നെസ്സേ ഉള്ളൂ. ബെഞ്ചിലിരിക്കുന്ന പോലെയൊന്നുമില്ല. പക്ഷേ കമ്പയർ ടു ഹിമാലയൻ കുറച്ച് ഹാർഡാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയ സ്ട്രാപ്പ്, ലഗേജ് സ്ട്രാപ്പ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അഡ്വഞ്ചർ എക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് ബാക്കി ഗ്രാഫിക്സ് ഒക്കെ ഉള്ളത്. പിന്നെ ഈ ഒരു പാർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് സ്റ്റിക്കർ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ സ്ക്രാച്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഈ ഉള്ള കളർ തന്നെയായിരിക്കും ഇതിൻ്റെ ഉള്ളിലേക്കും ഉണ്ടാവുക. അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ഒരു സ്ക്രാച്ച് ഇതിൽ വന്നാൽ കളർ വ്യത്യാസം ഉണ്ടാവില്ല, സെയിം ആയിട്ട് തന്നെ അങ്ങോട്ട് ഉണ്ടാവുക. അതായത് ഇപ്പോൾ ഇത് ഓറഞ്ച് ആണെങ്കിൽ ഇവിടെ സ്ക്രാച്ച് വന്നാൽ ഉള്ളിൽ ഓറഞ്ച് തന്നെയാണ്. ഈ വൈറ്റ് ആണെങ്കിൽ വൈറ്റിൽ സ്ക്രാച്ച് വന്നാൽ ഉള്ളിൽ വൈറ്റ് ആയിരിക്കും. പിന്നെ പാർട്സൊക്കെ നല്ല വ്യത്യാസമുണ്ട്, ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പഴയ 390 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ക്വാളിറ്റി ഉണ്ട്. പിന്നെ വൈബ്രേഷൻ ഇട്ട് വെച്ചാൽ ഓവറോൾ ചെറിയൊരു ബസീനെസ് ഉണ്ട്. പഴയ റോയൽ എൻഫീൽഡ് ക്ലാസിക്കിലൊക്കെ ഉള്ള പോലെ വൈബ്രേഷൻ അല്ല, ചെറിയൊരു ബസീനെസ് മാത്രമേ ഉള്ളൂ. അത് എന്തായാലും ഒരു സിംഗിൾ സിലിണ്ടർ 300-400cc കാറ്റഗറിയിലെ അത്രയും പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു വണ്ടിക്ക് എന്തായാലും ഉണ്ടാവും. പിന്നെ അത് നമ്മൾ സഹിച്ചേ പറ്റൂ. അപ്പോൾ ഈ കാണുന്ന ഈ ബാറിൻ്റെ വെയ്റ്റ്സൊക്കെ ഇന്ത്യ സ്പെസിഫിക് മോഡൽ മാത്രമേ ഉള്ളൂ. ഗ്ലോബൽ വേരിയൻറ്റിന് ആ സാധനമില്ല. കാരണം നമ്മൾ ഇന്ത്യൻസ് ഒരുപാട് എന്താ പറയുക, സ്മൂത്ത്നെസ് കൺസേൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇതിപ്പം ഡിസൈൻ ചെയ്തിട്ടുള്ളത്.
അപ്പോൾ അതൊക്കെ തന്നെയാണ് വൈബ്രേഷൻ്റെ പാർട്ടിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ വിട്ടുപോയൊരു ഭാഗം ഇതിൻ്റെ വൈബ്രേഷൻ ഉണ്ടോയെന്ന്, അതായത് കിറ്റിന് വൈബ്രേഷൻ ഉണ്ടോ ചോദിച്ചാൽ ഇതുവരെ സോ ഫാർ സോ ഗുഡാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് ഉണ്ട്. പഴയ അഡ്വഞ്ചർ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ക്വാളിറ്റി വ്യത്യാസമുണ്ട്. പിന്നെ എസ്പെഷ്യലി ഈ വിൻസ്ക്രീൻ നമ്മൾ ശരിക്കും നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നല്ലൊരു വിൻ പ്രൊട്ടക്ഷനും തരുന്നുണ്ട്. അതായത് ഇവിടെ ചെറിയൊരു സ്കൂപ്പ് കാണാൻ പറ്റും. അതിനുശേഷം മുകളിലേക്ക് കുറച്ച് 90 ഡിഗ്രിയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് എയർ ഇതിലെ കട്ട് ചെയ്തിട്ട് ബഫറ്റിങ് ഒഴിവാക്കിയിട്ട് ഇതിലെ കൂടെ അങ്ങ് ഇങ്ങനെ വിടും. അപ്പോൾ ഒരു അത്യാവശ്യം 6 ഫൂട്ടിൽ ഒരാൾക്ക് ഇരുന്നാൽ പോലും വിൻ ബഫറ്റിങ്ങോ ഹെൽമെറ്റിന് കാറ്റടിക്കുന്ന കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ ഓടിച്ച സമയത്ത് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്പീഡ് കയറുന്നത് നമ്മൾ അറിയില്ല, സ്മൂത്തായിട്ടാണ് സ്പീഡ് കയറുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ വൈബ്രേഷനും ബാക്കി പെർഫോമൻസും പറയാനുള്ളത്. പിന്നെ എഞ്ചിനെക്കുറിച്ച് അധികം വിവരിക്കേണ്ട ആവശ്യമില്ല, കാരണം 3rd ജനറേഷൻ ഡ്യൂക്കിൽ വന്ന സെയിം 399cc എഞ്ചിനാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതുകൊണ്ട് തന്നെ നല്ലൊരു ടോർക്കും നല്ലൊരു പവറും തരുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ വെയിറ്റ് സെഗ്മെൻറ്റിലെ ബാക്കി വണ്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം ലൈറ്ററാണ്. അതുകൊണ്ട് തന്നെ നല്ല സ്മൂത്തറായിട്ടും അനായാസമായിട്ട് വണ്ടീനെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ പിന്നെ എക്സോസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ എക്സോസ്റ്റ് അണ്ടർബെല്ലി എക്സോസ്റ്റാണ് വരുന്നത്. പിന്നെ ഒരു അഡ്വഞ്ചർ ബൈക്കിന് അണ്ടർബെല്ലി എക്സോസ്റ്റ് സൂട്ടബിൾ ആണെന്ന് ചോദിച്ചാൽ KTM പറഞ്ഞിട്ടുള്ളത് ഇവർ അണ്ടർ വാട്ടറിലും അതുപോലെ റിവർ ക്രോസിങ്ങിലും യൂസ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല. വണ്ടി റിവറിലൊക്കെ വെച്ച് ഓഫ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ KTM അപ്രൂവ് ചെയ്തിട്ടുണ്ട്, പിന്നെ നമുക്ക് കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രാബ് റെയിൽ വരുന്നുണ്ട്. ഗ്രാബ് റെയിൽ നല്ല മെറ്റലായിട്ടുള്ള ഗ്രാബ് റെയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കോട്ട് വരുമ്പോൾ ഒരു റാലി ഡക്കാർ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ടെയിൽ ലാമ്പിനെ കുറിച്ച് പറയുമ്പോൾ ചെറിയ കുഞ്ഞ് ടെയിൽ ലാമ്പാണ്. ഒരു പഴയ എന്താ പറയുക ഹോണ്ടയുടെ ബൈക്സിനൊക്കെ ഉണ്ടാകുന്ന പോലെ ഒരു ചെറിയൊരു ടെയിൽ ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ പുതിയൊരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. ഇവരുടെ തന്നെ വലിയ ബൈക്സിനുള്ള അതേ ടൈപ്പ് ഒരു ഇൻഡിക്കേറ്റേഴ്സാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെയാണ് റിഫ്ലക്റ്റ് വരുന്നത്. പിന്നെ റെയർ ടയർ പറയുമ്പോൾ 130 സെക്ഷൻ ടയറാണ് വരുന്നത്. പിന്നെ റെയറിലും ഡിസ്ക് ബ്രേക്കാണ്, ഡുവൽ ചാനൽ ABS ആണ് വരുന്നത്. ABS നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും റെയർ ചാനൽ. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ നല്ലൊരു ഷാർപ്പായിട്ടുള്ളൊരു എഡ്ജസൊക്കെ കൊടുത്തിട്ടുണ്ട് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി. അതുപോലെ തന്നെ ഈ റബ്ബർ ബൂട്ട് നമുക്ക് അടിച്ചെടുത്ത് കളയാനും പറ്റും. പിന്നെ പില്ലൻ ഫുഡ് റെസ്റ്റിന് പില്ലൻ സീറ്റിലേക്കുള്ള ഹൈറ്റ് ലെങ്ത്ത് കുഴപ്പമില്ല, കുറച്ച് കുറവാണ്, കുറച്ച് കുറവാണെന്നാലും കുഴപ്പമില്ല. അപ്പം അങ്ങനെയാണ് ബേസിക്കലി ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ ഓടിച്ചു നോക്കിയ സമയത്ത് നന്നായിട്ട് വണ്ടി കയറുന്നുണ്ട്. പിന്നെ അധികം ഞാൻ ത്രോട്ടിൽ കൊടുത്തില്ല, അതൊരു ഫസ്റ്റ് സർവീസ് കഴിയാത്തൊരു വണ്ടിയായിട്ട് തന്നെ അധികം കയറ്റിയിട്ടില്ല. പക്ഷേ നമുക്ക് ത്രോട്ടിൽ കൊടുക്കുമ്പോൾ മനസ്സിലാവും വണ്ടി ഇനിയും കയറാനുള്ള പവർ ഉണ്ട് അതിനുള്ളത്. അപ്പോൾ ഓടിച്ചെടുത്തോളം നല്ല നൈസാണ്. ഹൈവേയിൽ ഭയങ്കര നൈസാണ്. നല്ല റോഡ് കിട്ടിയാൽ നല്ല സുഖമായിട്ട് നമുക്ക് ഓടിച്ച് കൊണ്ടുപോകാം. നമ്മൾ എന്താ പറയുക കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് നമുക്ക് മനസ്സിലാവില്ല. ആ ഒരു ടൈപ്പിലുള്ളൊരു ട്രാവലിംഗ് ഇത് നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയൊക്കെ പറയാനുള്ളത്. മീറ്ററിലേക്ക് പോവാം. മീറ്ററിനെ കുറിച്ച് പറയുമ്പോൾ അത് നമുക്ക് ഓൺ ചെയ്യാം. റെഡി ട്രേസ് കാണിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇതുള്ളത് വളരെ സട്ടിലായിട്ടുള്ളൊരു മോഡലാണുള്ളത്. കുറച്ച് മാത്രം ഇൻഫോർമേഷൻ മാത്രം കാണിച്ചു തരുന്നത്. നമുക്ക് ഇതിൽ നിന്ന് മാറ്റാൻ പറ്റും. പിന്നെ മോട്ടോർ സൈക്കിളിലേക്ക് പോയി ഡിസ്പ്ലേ മോഡ് മാറ്റി റെഡ്യൂസ്ഡ് മാറ്റി സ്റ്റാൻഡേർഡ് ആക്കി കൊടുത്താൽ ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ വരുന്നത്. ഇതിൽ അത്യാവശ്യം നമ്മൾ ഡ്യൂക്ക് 390 കണ്ട സെയിം മീറ്റർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ ഗിയർ പൊസിഷൻ കാണിച്ചു തരുന്നുണ്ട്, ABSൻ്റെ കാണിക്കുന്നുണ്ട്, ബാക്കി ടെൽ ലൈറ്റ്സ് ഉണ്ട്, ടൈം കാണിക്കുന്നുണ്ട്, പിന്നെ ഫ്യൂൽ റേഞ്ച് കാണിക്കുന്നുണ്ട്. ഇതിലുള്ള ഫ്യൂൽ വെച്ചിട്ട് ഇപ്പോൾ ഒരു ഹാഫ് ടാങ്കോളം ഫ്യൂൽ ഉണ്ട്. പിന്നെ നമുക്ക് മെനുവിൽ പോയാൽ മോട്ടോർ സൈക്കിൾ തന്നെ ABS നമുക്ക് ഓഫ് ചെയ്യാം, ഡിസ്പ്ലേ മോഡുണ്ട്. പിന്നെ ഇൻഫോൻ്റെ എന്താ പറയുക ഇൻഫോർമേഷൻസ്, ഇപ്പോൾ എത്ര കിലോമീറ്റർ ഓടി, എന്തൊക്കെയാണ് ഇതിൻ്റെ കറണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. കൂളൻ ടെമ്പറേച്ചർ, ബാറ്ററി വോൾട്ടേജ്, ഓഡോമീറ്റർ, ക്ലോക്ക് ആൻഡ് ഡേറ്റ്, സർവീസ്, വാർണിങ്സ്. അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത്. ട്രിപ്പ് 1 ട്രിപ്പ് 2 അതിലെ ട്രിപ്പ് ടൈം, ഫ്യൂൽ കൺസംഷൻ ഒക്കെ കാണിക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് സർവീസിന് മുമ്പ് തന്നെ ഇതിലിപ്പം 20 കിലോമീറ്ററാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ സർവീസ് കഴിഞ്ഞാൽ ഇപ്പം കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ വരുന്നത് മ്യൂസിക്, ഓഡിയോ, ഇതൊക്കെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ഇൻ്റർകോം വഴി കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സെറ്റിങ്സിൽ എത്തുന്ന സമയത്ത് ഫേവറേറ്റ്സ്, ക്വിക്ക് സെലക്ടർ, അതായത് നമുക്ക് ഈ നമ്മുടെ സെലക്ടർ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഫങ്ഷൻസ് മാറ്റി അസൈൻ ചെയ്യാൻ പറ്റും. പിന്നെ കണക്ടിവിറ്റി നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഷിഫ്റ്റ് ലൈറ്റ്, പിന്നെ നേരത്തെ ക്ലോക്ക് ആൻഡ് ഡേറ്റ്, യൂണിറ്റ്സ്, ഇതിപ്പം കിലോമീറ്റർ പെർ അവർ ആണോ മൈൽസ് പെർ അവർ ആണോ ഉള്ളതൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ ക്വിക്ക്
ക്വിക്ക് ഷിഫ്റ്റ് നമുക്ക് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. പിന്നെ എക്സ്ട്രാ ഫങ്ഷൻസ് എന്തൊക്കെയുണ്ട്? ടേൺ ബൈ ടേൺ നാവിഗേഷൻ, ക്വിക്ക് ഷിഫ്റ്റ് പ്ലസ് ഒക്കെ കാണിച്ചു തരുന്നുണ്ട്. ടേൺ ബൈ ടേണിന് സബ്സ്ക്രിപ്ഷൻ വേണ്ടി വരുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. ഇല്ല, ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ട് നമുക്ക് ഈ വണ്ടിയെ നമുക്ക് പറ്റുമെങ്കിൽ ഒന്നുകൂടി റിവ്യൂ ചെയ്യാം. യൂസർ എക്സ്പീരിയൻസ് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ അതൊക്കെ തന്നെ ഇതിൽ കാണിക്കുന്നത്. കാരണം ഇതിൽ ക്രൂസ് കൺട്രോൾ വരുന്നില്ല, അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോളും ഇതിൽ വരുന്നില്ല. അത് ഇതിൻ്റെ അപ്പർ മോഡലായിട്ടുള്ള എസ്സിലും ആറിലൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ സ്വിച്ച് ഗിയേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ തേർഡ് ജനറേഷൻ ഡ്യൂക്കിൽ കണ്ട അതേ സെയിം സ്വിച്ച് ഗിയേഴ്സാണ് വരുന്നത്. പിന്നെ നാവിഗേഷൻ ബട്ടൺസ്, അതായത് മീറ്ററിലുള്ള കാര്യങ്ങൾ നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഹസാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ പാസ്, ഹൈ ബീം, ലോ ബീം, പിന്നെ ഒരു ഇൻഡിക്കേറ്റർ, ഒരു ഹോണ് നല്ല ഹോണാണ്. പിന്നെ ഇവിടെ എത്തുന്ന സമയത്ത് ക്വിൽ സ്വിച്ച് കാണാൻ പറ്റും, അതുപോലെ തന്നെ ഇഗ്നിഷൻ കാണും. അപ്പോൾ അതൊക്കെ അത്രമാത്രമേ ഇതിൻ്റെ ഹാൻഡിൽ ബാറിലൊക്കെ കൊടുത്തിട്ടുള്ളൂ. ഓവറോൾ ഫിനിഷും ക്വാളിറ്റിയൊക്കെ ടോപ്പ് നോച്ചാണ്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ നോൺ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷനാണ് വരുന്നത്. പിന്നെ 390R വരുന്ന സമയത്ത് നമുക്ക് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ റെയറിലേക്ക് വരുമ്പോൾ ഓഫ്സെറ്റ് ആയിട്ടുള്ളൊരു മോണോഷോക്കാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു മോണോഷോക്ക് ഓഫ്സെറ്റ് ആക്കിയതുകൊണ്ട് തന്നെ ഇതിൽ അവർക്ക് എയർ ബോക്സ് വലുതാക്കാനും ബാക്കി അതിൻ്റെ കൂടെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി വലുപ്പം കൂട്ടിയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പവർ ഇൻക്രീസ് ചെയ്യാൻ പറ്റി. കാരണം മുമ്പുണ്ടായ 373cc എൻജിനേക്കാളും അറൗണ്ട് 2 bhpയും അറൗണ്ട് 2 Nm ടോർക്കും ഇതിൽ കൂടുതൽ എടുക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ പിന്നെ ഈ ഷാസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് അറൗണ്ട് 238 സംതിങ് mm കിട്ടുകയും ചെയ്തു, വിത്തൗട്ട് കോംപ്രമൈസിങ് ഓൺ സീറ്റ് ഹൈറ്റ് അധികം കൂടാതെ നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷാസി കൊണ്ട് ഇവർക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിപ്പം മുമ്പത്തെ 390 ഓടിച്ചവർക്ക് മനസ്സിലാവും, അത് 855 സംതിങ് ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അതിന് ഗ്രൗണ്ട് ക്ലിയറൻസും അറൗണ്ട് 200 സംതിങ്ങേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഷോർട്ടായിട്ടുള്ള റൈഡേഴ്സിന് അതൊരു ഡിഫിക്കൽട്ടി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ കയറിയിരുന്നാൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വേണ്ടി പൊക്കാൻ പറ്റുന്നുണ്ട്. അതായത് പ്ലാന്റഡ് ഫൂട്ടാണ്, കുഴപ്പമൊന്നുമില്ല. സിറ്റിങ്ങും എല്ലാം അടിപൊളിയാണ്. പിന്നെ ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല വൈഡാണ്. പിന്നെ ഭയങ്കര അപ്രൈറ്റ് അല്ല. ഇപ്പോൾ ഒരു ഹിമാലയ എന്നൊക്കെ പറയുമ്പോൾ അത് അത്യാവശ്യം ഈ ഒരു ലെവലിൽ ഹാൻഡിൽ ബാർ ഉണ്ടാവും. ഇത് വളരെ ഹാൻഡിൽ ബാർ ഹൈറ്റ് കുറഞ്ഞായിട്ടൊന്നും തോന്നില്ല. ഒരു അറ്റാക്കിംഗ് പൊസിഷൻ എന്നുള്ള പോലെ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു മിഡ് ലെവൽ ആയിട്ടുള്ള ഒരു സെറ്റിങ്സിലാണ് കൊടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡിൽ ബാർ റൈസർ യൂസ് ചെയ്യാം. പിന്നെ മിറേഴ്സൊക്കെ നല്ല ക്വാളിറ്റിയിലെ മിറേഴ്സുമാണ്, അതുപോലെ തന്നെ നല്ല വിസിബിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓവറോൾ ഈ ഒരു POV നമ്മൾ റൈഡർ ഇരുന്നിട്ട് കാണുന്നതും നല്ലൊരു വ്യൂ ആണ്. അതായത് ഇവരുടെ തന്നെ എൽഡർ സിബ്ലിങ്സ് ആയിട്ടുള്ള 1290 ഒക്കെ ഉള്ള പോലെ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ തന്നെ കിട്ടുന്നുണ്ട്. ഈ ഡിസ്പ്ലേ ഒരു ടവറിൻ്റെ മുകളിൽ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഡക്കാർ ബൈക്ക് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ലുക്കാണ് തരുന്നത്. പിന്നെ ഈ വിൻസ്ക്രീൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വിൻസ്ക്രീൻ അതിൽ കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് വിൻ ബഫറ്റിംഗ് എല്ലാം കുറച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മാത്രമല്ല, കുറച്ച് ഇങ്ങോട്ടേക്ക് കയറ്റി വന്നിട്ടുണ്ട്. ഓരോ സൈഡിലേക്കും കയറി വന്നുകൊണ്ട് തന്നെ എല്ലാ സൈഡിൽ നിന്നും നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ഇതുവരെ ഓടിച്ചത് ഒരു 70-80 വരെ ഓടിച്ചുള്ളൂ. ആ ഒരു സ്പീഡ്സ് വരെ ഒരു കുഴപ്പമില്ല. നമുക്ക് ഇതിൻ്റെ റൈഡ് റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ വണ്ടിയുടെ സസ്പെൻഷനെ കുറിച്ച് തന്നെ പറഞ്ഞു കൊടുക്കാം. അതുകൊണ്ട് കാരണം വണ്ടി സസ്പെൻഷൻ കുറച്ച് ഹാർഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം എൻ്റെ വോയിസ് ഇങ്ങനെ ഹാർഡായി കേൾക്കുന്നത്. ഒന്ന് ഓവർടേക്ക് ചെയ്യാം. ഓ ഗ്രേറ്റ് 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 സൂപ്പർ ബ്രോ. അങ്ങനെ ഇതാണ് KTMന്റെ ഏറ്റവും പുതിയ 390 അഡ്വഞ്ചർ എക്സ്. അപ്പോൾ ഇത്രയും നേരം ഞാൻ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ക്വിക്ക് ഷിഫ്റ്റർ വെച്ചിട്ടുള്ള ഒരു ഷിഫ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ തേർഡ് ഗിയർ 20-ലാണുള്ളത്. ക്വിക്ക് ഷിഫ്റ്റ് ചെയ്യാം. ക്വിക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഗ്ലിച്ച് വന്നു. അതാണ് സംഭവം എന്ന് വെച്ചാൽ വണ്ടിയുടെ കുഴപ്പമല്ല, പവർ ലോക്ക് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഹൈവേയിൽ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാം.
വണ്ടി നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ഫുള്ള് ചെയ്ത് പോകുന്നുണ്ട്. ക്വിക്ക് ഷിഫ്റ്ററൊക്കെ നൈസ് സാധനമാണ്, ഭയങ്കര സൂപ്പറാണ്. ക്വിക്ക് ഷിഫ്റ്ററിന് അങ്ങനെ ഒരു കംപ്ലൈൻസ് ഒന്നും എനിക്ക് പറയാനില്ല. പിന്നെ വൈബ്രേഷനെ കുറിച്ച് പറയുന്ന സമയത്ത് ചെറിയൊരു ബസ് ഫീൽ ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതും ഫുഡ് റെസ്റ്റിലും പിന്നെ ചെറുതായിട്ട് സീറ്റിലേക്കും വരുന്നുണ്ട്. ഹാൻഡിൽ ബാർസിലേക്ക് വരുന്നത് കുറവാണ്. പിന്നെ ഹാൻഡിൽ ബാർ നല്ല വൈഡാണ്. പിന്നെ കുറച്ചൊരു റൈസേഴ്സ് വേണോ ചോദിച്ചാൽ ചിലപ്പോൾ ആവശ്യം വന്നേക്കാം, പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്തൊരു എക്കണോമിക്സ് ആണ്. സീറ്റും അത്യാവശ്യം നല്ലതാണ്, സ്പോഞ്ചി അല്ല ഒരിക്കലും, നല്ലൊരു എന്താ പറയുക, സോഫ്റ്റ് അല്ല, കുറച്ചൊരു ഹാർഡായിട്ടുള്ള സീറ്റ് തന്നെയാണ്. വളരെ സ്മൂത്താണ് ഗൈസ്. സ്മൂത്ത് എന്നൊക്കെ പറഞ്ഞാൽ KTM സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുമ്പോൾ വളരെ സ്മൂത്താണ്. പിന്നെ അണ്ടർബെല്ലി എക്സോസ്റ്റ് വരുന്നതുകൊണ്ട് തന്നെ എക്സോസ്റ്റ് നോട്ട് അങ്ങനെയാണ് കേൾക്കുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഒരുപാട് റൈഡ് വീഡിയോ ഞാൻ നേരത്തെ എടുത്തായിരുന്നു, പക്ഷെ ആ ടൈമിൽ മൈക്ക് റെക്കോർഡ് ആയിരുന്നില്ല. അതുകൊണ്ട് ചെറിയൊരു ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ റൈഡിൻ്റെ ചെയ്തിട്ടുള്ളത്. കാരണം അതിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ രണ്ടാമത് വണ്ടി നിർത്തിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വിശദീകരിക്കേണ്ടി വരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ആ പറഞ്ഞ പോലെ തന്നെ വണ്ടി വളരെ നൈസായിട്ട് ഹൈവേ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താ ലോങ് ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ് ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ കുറച്ചുകൂടി ഫീച്ചേഴ്സ് വേണം, പിന്നെ ഒരു കുറച്ചുകൂടി എന്താ പറയുക ഓഫ് റോഡ് ഫോക്കസ്ഡ് ആണ് നിങ്ങളുടെ റൈഡ്സ് എങ്കിൽ എസ്സിലേക്ക് പോവാം. അതർവൈസ് എക്സ് തന്നെ ധാരാളമാണ്. കാരണം ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഇത് തന്നെയുണ്ട്, ലൈക്ക് ഷാസിയും എൻജിനും എല്ലാം സെയിം ആണ്. അപ്പോൾ അതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്. മറ്റൊരു വണ്ടീൻ്റെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.